നമസ്കാരം. കേരള ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ 40 വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളതും 50,000 രൂപയിലധികം ശമ്പളമായി ലഭിക്കുന്നതുമായ തസ്തികയിലേക്ക് നിലവിൽ അവസരം വന്നിട്ടുണ്ട്. നിലവിൽ ക്രെഡിറ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് കോൺട്രാക്ട് ബേസിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് മിനിമം ഡിഗ്രി ഉണ്ടായിരിക്കണം. മാത്രമല്ല ബാങ്കുകളിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ക്രെഡിറ്റ് അപ്രൈസിൽ 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ എടുത്തു പറയുന്നു, ബാങ്കുകളിലും NBFCകളിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വർക്ക് ചെയ്ത ആൾക്കാർക്ക് പ്രിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷനിൽ നോളജ് ഉണ്ടായിരിക്കണം. ഡ്രാഫ്റ്റിംഗ് സ്കിൽ എക്സലൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് ക്രെഡിറ്റ് ഓഫീസർ തസ്തികയിലേക്ക് ജോലി ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട ജോലികൾ പ്രോജക്റ്റ് അപ്രൈസൽ പ്രിപ്പറേഷൻ, ലോൺ മോണിറ്ററിംഗ്, അതർ ക്രെഡിറ്റ് റിലേറ്റഡ് വർക്ക് തുടങ്ങിയവയാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. ഈ 40 വയസ്സ് കണക്കാക്കുന്നത് 13/3/2026 മാത്രമല്ല OBC, മുസ്ലിം, ഈഴവ, ബില്ല, തീയവ, LCI തുടങ്ങിയ കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ തസ്തികയിൽ ലഭിക്കുന്ന സാലറി നോക്കാം. 50,000 രൂപയാണ് ഇവിടെ പറയുന്നത്. കൂടാതെ TA, DA തുടങ്ങിയ അലവൻസ് ഉൾപ്പെടെ മികച്ചൊരു സാലറിയാണ് ക്രെഡിറ്റ് ഓഫീസർ തസ്തികയിലേക്ക് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി പ്ലേസ് ഓഫ് വർക്ക് വന്നിട്ട് കേരളത്തിൻ്റെ ജില്ലകളിൽ എവിടെ വേണോ നമുക്ക് ജോലി ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ്. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 18/4/2026 വൈകുന്നേരം 5 മണി വരെ ആണ്. സെലക്ഷൻ പ്രോസസ്സിൽ ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് തീരുമാനിക്കുന്നത് എത്ര ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തു എന്നതിനനുസരിച്ചായിരിക്കും. എക്സാമിൽ 40% മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളായിരിക്കും അടുത്ത ഘട്ടമായി ഇൻ്റർവ്യൂയിലേക്ക് കടക്കുക. റിട്ടേൺ ടെസ്റ്റിൻ്റെ ഡേറ്റും ഇൻ്റർവ്യൂ, സെലക്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും KFCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കാസ്റ്റ് റിസർവേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണമെന്ന് എടുത്തു പറയുന്നു. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ്, ആപ്ലിക്കൻസിൻ്റെ കയ്യിൽ ഒരു പേഴ്സണൽ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം, മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ മുഴുവൻ സമയത്തും ആക്റ്റീവുമായിരിക്കണം. കാരണം KFC എല്ലാ വിവരങ്ങളും നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ ഇമെയിൽ വഴിയും മൊബൈൽ നമ്പർ വഴിയും ആയിരിക്കും. ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമായിരിക്കും ഉണ്ടാവുക. ഈ 1 വർഷത്തിൽ നിന്ന് ആണ് ഇതിലുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മികച്ച ഒരു അവസരമാണ്. നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നൽകാം. അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി KFCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.